ഞങ്ങൾ ചെയ്യുന്ന തൊഴിൽ മേഖല എന്ന് പറയുന്നത് കലയാണ്, കല. നീ മാനമര്യാദ കല ഇതൊക്കെ ജനക്കെന്താണോ ബന്ധോ? കലയെ ആത്മാർത്ഥമായി സ്നേഹിച്ച ഒരു കൂട്ടം കലാകാരന്മാരുടെ ഹൃദയഭേദകമായ എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. നിലവിലെ അവസ്ഥയാണ് ആത്മകഥയുടെ ഈ ഭാഗത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഓ അപ്പൊ ഇത് ഇവിടെ ഏൽക്കൂല. ഇതിന്റെ മൂന്നാമത്തെ അനുഭവമാണ്. മനുഷ്യൻ കഷ്ടപ്പെട്ട് എന്തെങ്കിലും ഒരു രചന സൃഷ്ടിച്ച് വളരാൻ ഇവിടെ അനുവദിക്കൂലല്ലേ? ജനങ്ങളെ രസിപ്പിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ബാധ്യത. നീ ഇത് സീരിയസ് ആയിട്ട് പറഞ്ഞതാണോ അതോ? ഞാൻ വളരെ സീരിയസ് ആയിട്ടാ പറയുന്നേ. അപ്പൊ ആ ജനങ്ങൾ ഞങ്ങളെ ഇഷ്ടപ്പെടേണ്ടതുണ്ട്. താൻ വെറും കോതമ്പ് തന്നെ നാളെ ജനങ്ങൾ ഇങ്ങനെ കൊത്തി 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 തിന്നും. അങ്ങേര് ഇന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങളും പച്ചക്കള്ളമാണ്. അദ്ദേഹത്തിന്റെ സർട്ടൻ സ്റ്റേറ്റ്മെന്റ്സുകൾ ലൈക്ക് എന്താണ് ഇൻസേർട്ട് ചെയ്യാൻ സമ്മതിച്ചില്ലെങ്കിലും ലിക്ക് ചെയ്യാൻ സമ്മതിച്ചാൽ മതി. പറഞ്ഞിട്ടില്ല. ഇൻസേർട്ട് ചെയ്യാൻ സമ്മതിച്ചില്ലെങ്കിലും ലിക്ക് ചെയ്യാൻ സമ്മതിച്ചാൽ മതി. പിന്നെ സൗന്ദര്യം പോലുള്ള ആളുകൾ സഹകരിച്ച് കളിക്കുന്നത് സന്തോഷമുണ്ടല്ലോ. ഏത് ഞാൻ പറഞ്ഞു മനസ്സിലായിട്ട് നോക്ക്. രഞ്ജിത്ത് സാറിന്റെ ഇതിഹാസങ്ങൾ കേട്ടവർ മൂക്കത്ത് വിരൽ വെക്കാൻ തുടങ്ങി. വെറും തറ തോട്ടി ഒരു കൾച്ചറും ഇല്ലാതെ തെണ്ടി അയക്ക് പഠിപ്പില്ലടേ. പുള്ളി പറഞ്ഞു എനിക്ക് നിന്നെ ഒന്ന് നേക്കഡ് ആയിട്ട് കാണണം. അയാള് പറഞ്ഞൊക്കെ നേരാണോ? അയ്യേ, പന്നെയൊക്കെ എങ്ങനെയാണോ വിശ്വസിച്ച് കൂടെ കൊണ്ടു നടക്കുന്നേ? മോൻ നമ്മൾ പറഞ്ഞ സ്ഥലത്തേക്ക് വരും. അങ്ങോട്ട് ബാ, ഇക്ക പൊറോട്ട ഇറച്ചിയും മേടിച്ചുതരാം. അയ്യേ, ആലോചിക്കും തോറും നാണിച്ച് തൊലി പൊളിയുന്നു. പുള്ളി എന്നോട് അങ്ങനെ പറഞ്ഞ സമയത്ത് ഞാൻ ആവശ്യപ്പെട്ടത് എനിക്ക് സിനിമയിലെ ഒരു അവസരമാണ്. സാർ പറഞ്ഞു മിററിൽ എങ്ങനെയാണ് നിന്റെ ഫേസ് ഒന്ന് കാണണം, അതുപോലെ നിന്റെ ശരീരത്തിന്റെ ഇത് കാണണം, സ്ട്രെച്ച് കാണണം എന്ന് പറഞ്ഞിട്ടാണ് പുള്ളി എന്നോട് ഡ്രസ്സ് കഴിക്കാൻ പറഞ്ഞത്. എന്റെ തൊഴിലിനോടുള്ള ആത്മാർത്ഥയാണ് ഒരു ചോദ്യം ചെയ്തിരിക്കുന്നത്. ഗ്യാസ് എന്ന് വെച്ച ഒരു സിലിണ്ടർ പോലെയാണ് ഇപ്പൊ എന്റെ മനസ്സ്. ആത്മകഥയുടെ ഒരു ഭാഗം നടനും സഖാവുമായ മുകേഷ് MLA ഇപ്പോഴത്തെ അവസ്ഥയാണ്. എന്താ ഉറക്കം വരുന്നു. ഹരിചന്ദ്രൻ മാതിരി ഒരു നല്ല മനിതൻ. ആനാ ഇന്ത പ്രാട എനിക്ക് നല്ല. ഞാൻ അവരടുത്ത് പറയാം എനിക്ക് ഇങ്ങനെ ഒരു സമയക്കുറവുണ്ട് MLA ആയതുകൊണ്ടെന്ന് പറയുമ്പോൾ പല ആൾക്കാരും പറഞ്ഞിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ഈ സിനിമ എടുക്കുന്നില്ല. നിന്റെ കയ്യിലിരിപ്പതായിരുന്നല്ലോ. ലേഡീസ് ഐറ്റംസ് അല്ലേ മെയിൻ. ഒപ്പ് ഇത് ആരാണെന്ന് അറിഞ്ഞാലല്ലേ ഉൾപ്പെടുന്നവരാണോ ഉൾപ്പെടാത്തവരാണോ എന്ന് നമുക്ക് പറയാൻ സാധിക്കുള്ളൂ. നിന്റെ മോന്ത കണ്ടാലറിയാം നീ ഒരു പരമനാറിയാന്ന്. അങ്ങനെ ഏറെക്കാലത്തെ കാത്തിരിപ്പിന് ശേഷം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നു. നിങ്ങൾ പറയണ എന്ത് വേണമെങ്കിലും ചെയ്യാം, നാട്ടുകാരെ വിളിച്ചുകൂട്ടി നാട്ടിക്കരുത്. വാർത്തയിലൂടെയുള്ള അറിവല്ലാതെ എന്താണ് റിപ്പോർട്ടെന്നോ റിപ്പോർട്ടിന്റെ വിശദാംശങ്ങൾ എന്താണെന്നോ ഒന്നും ഞങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. പച്ചവെള്ളം ചവച്ചു കുടിക്കണ പഞ്ചപാവം. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ വാതിലിൽ മുട്ടിയവർക്കൊന്നും പേരുകൾ ഉണ്ടായിരുന്നില്ല. സ്വാഭാവികം. അദ്ദേഹം മാന്യനും ഇതിഹാസവുമാണെന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ.